തിരുവനന്തപുരത്ത് 14-കാരിയെ കാണാതായിട്ട് 4 ദിവസം പിന്നിട്ടിട്ടും എങ്ങും എത്താതെ അന്വേഷണം. കരിമം സ്വദേശിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ലക്ഷ്മിയെയാണ് കാണാതായത്. കുട്ടി ട്രെയിനിൽ കയറി പോയതെന്നാണ് സംശയം. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുന്നുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, എന്താണ് ഈ 4 ദിവസമായി അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒരു മാനസിക അവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കുന്നതിലപ്പുറത്താണ്. പോലീസ് എന്താണ് ഇപ്പോഴും പറയുന്നത്? ശം ഇക്കഴിഞ്ഞ 9ാം തീയതിയാണ് തിരുവനന്തപുരം കരിമത്ത് നിന്നും 14 വയസ്സുകാരിയെ കാണാതാകുന്നത്. പുലർച്ചെ 5 മണിയോടെ വീട് വിട്ട് ഇറങ്ങിയായിരുന്നു. അതിനുശേഷമാണ് തുടർന്നുള്ള അന്വേഷണങ്ങൾ നടത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. തുടർന്ന് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുകയും ചെയ്തു. കുട്ടി പരശുറാമിൽ കയറി പോകുന്നതായിട്ട് കണ്ടവർ ഉണ്ടോ, അല്ലെങ്കിൽ പരശുറാമിൽ കയറി പോയായിട്ട് സംശയമുണ്ട് എന്നതടക്കമുള്ള ചില സംശയങ്ങൾ പോലീസ് ബലപ്പെടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരും മംഗലാപുരവും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ്, തെരച്ചിൽ നടത്തി വരികയാണ്. എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 4 ദിവസമാണ് ഇപ്പോൾ ഈ കുട്ടി മിസ്സിംഗ് ആയിട്ട് കാണാതായിട്ട് 4 ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും ഈ കുട്ടി എവിടെയാണെന്നോ എന്നതിലൊന്നും ഒരു കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലയിടങ്ങളിലും ഈ പോകാൻ സാധ്യതയുള്ള പലയിടങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരും അതോടൊപ്പം തന്നെ മംഗലാപുരത്തും ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് എന്ന അതിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ കൃത്യമായ വിവരങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 9ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചയോടുകൂടിയാണ് കുട്ടി വീട് വിട്ട് ഇറങ്ങുന്നത്. അതിന്റെ കാരണം എന്താണെന്നടക്കം ഇതുവരെയും വ്യക്തമാക്കില്ല. നമ്മൾ കുട്ടിയുടെ മാതാപിതാക്കളുമായിട്ട് രക്ഷിതാക്കളുമായിട്ട് സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഠിക്കാത്തതിനൊക്കെ വഴക്ക് പറയുമായിരുന്നു നേരത്തെ. എന്നാൽ ഈ ഇറങ്ങിപ്പോകുന്ന സമയത്തൊന്നും അല്ലെങ്കിൽ ആ ദിവസങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഈ രക്ഷിതാക്കൾ പറയുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കരമന പോലീസും അന്വേഷിച്ചു വരുന്നത്. എന്തായാലും വലിയ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. 14 വയസ്സുകാരിയാണ്, 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആ വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ 4 ദിവസമായി മിസ്സിംഗ് ആയിരിക്കുന്നത്, കാണാതായിരിക്കുന്നത്. എവിടെയാണെന്നൊരു കൃത്യമായ യാതൊരു വിവരവും ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അന്വേഷണം നടക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. പലയിടങ്ങളിൽ ഈ കുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങൾ കേന്ദ്രീകരിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരും മംഗലാപുരവും അടക്കമുള്ള ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ കുട്ടിയെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. CWCയും കുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്യാം, തീർച്ചയായും